നമ്മളവിടെ ചെടികളൊക്കെ അങ്ങനെ ഇലകളൊക്കെ പൊഴിഞ്ഞിട്ട് നമ്മളൊരു ആരോഗ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. കുറച്ച് നമ്മുടെ ആടുകളൊക്കെ ഇലകൾ കടിച്ചിട്ടും അങ്ങനെ പിന്നെ നല്ല നല്ല ചൂടുകാലം കഴിഞ്ഞു പോയാലോ. അപ്പോൾ അത് കുറച്ച് ആരോഗ്യമില്ലാതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള നമുക്കൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫിഷ് അമിനോ ആസിഡ്. അപ്പോൾ ഇത് ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പല മെത്തേഡിലും ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കാനുള്ളത് യൂട്യൂബിൽ വീഡിയോകൾ ഒക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാം. എന്താ ചെയ്യേണ്ടത്, ആദ്യം ഈ പെയിൻറ്റ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബക്കറ്റ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ബക്കറ്റോ അല്ലെങ്കിൽ നല്ലൊരു ബക്കറ്റോ, നല്ല ബക്കറ്റ് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം പിന്നെ അത് ആ ഒരു സ്മെല്ല് പോയി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു വേസ്റ്റ് ആയിട്ടുള്ളൊരു ബക്കറ്റ്, അതായത് പെയിൻറ്റ് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ബക്കറ്റ് പോലത്തെ ഒരു ബക്കറ്റ് എടുക്കുക. അല്ലെങ്കിൽ വലിയ ഡ്രം കിട്ടുകയാണെങ്കിൽ അതാണ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ നല്ലത്. ഇതിപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ഇത് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ഈ മീൻ വിൽക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മീനിൻ്റെ വേസ്റ്റ് കിട്ടും. നമുക്ക് ശരിക്കും നല്ല മീൻ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ നല്ല മീൻ വേണമെന്നില്ല, ഈ മീനിൻ്റെ വേസ്റ്റാണ് അതിനും നല്ലതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാം. മീനിൻ്റെ വേസ്റ്റ്, തല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, ആ വേസ്റ്റ് കുറച്ചെടുക്കുക. അതായത് ഇപ്പോൾ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റ് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 3/4 ബക്കറ്റോളം ഈ ഒരു വേസ്റ്റ് എടുക്കുക. പിന്നെ നമ്മളൊരു 1-2 കിലോ ശർക്കര ഉണ്ടല്ലോ, നമ്മളെ ശർക്കര എന്ന് പറയുന്ന വെല്ലം എന്ന് പറയും, ചില സ്ഥലത്ത് ശർക്കര എന്ന് പറയും. അതായത് ആ ബ്രൗൺ കളറിലുള്ള ശർക്കര, അത് ഒരു 1-2 കിലോ വാങ്ങിക്കുക. എന്നിട്ട് ഈ ബക്കറ്റിൽ ഈ ഫിഷിൻ്റെ വേസ്റ്റും ഈ ശർക്കരയും കൂടെ ലെയറായിട്ട് ഇടുക. അതായത് ആദ്യം ഫിഷിൻ്റെ വേസ്റ്റ് ഇടുക, പിന്നെ കുറച്ച് ശർക്കര ഇടുക, പിന്നെ ഫിഷിൻ്റെ വേസ്റ്റ് ഇടുക, പിന്നെ ശർക്കര ഇടുക. അങ്ങനെ ഇട്ടിട്ട് ഒരു ഡ്രൈ ആയിട്ട്, വെള്ളം തീരെ ഉപയോഗിക്കാം. അപ്പോൾ ഫിഷിൻ്റെ കൂടെയുള്ള കുറച്ച് വെള്ളം ഉണ്ടാവും, അത് ഈ ഐസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വെള്ളം ഉണ്ടാവും. വെള്ളം തീരെ ഇരിക്കുകയാണ് നല്ലത്. അങ്ങനെ തീരെ വെള്ളമില്ലാതെ ഈ ഒരു സാധനം ഇങ്ങനെ ലെയറാക്കി, ലെയർ എന്ന് പറയണ്ട, ഇനിയിപ്പോൾ അതങ്ങ് മിക്സ് ചെയ്തിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു ബക്കറ്റിൽ എയർ ടൈറ്റ് ആക്കിയിട്ട് അടച്ചു വെക്കുക. അപ്പോൾ ഈ പെയിൻറ്റിൻ്റെ ബക്കറ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ അടപ്പന്നെ അതായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ അല്ല, ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ ഒക്കെ വെച്ചിട്ട്, ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് മൂടിയിട്ട് നന്നായിട്ട് കെട്ടി വെക്കുക. എന്നിട്ട് വല്ല വെയിറ്റൊക്കെ കയറ്റി ഒരടപ്പ് പോലെ സാധനങ്ങൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ലൊരു വെയിറ്റ് കയറ്റി വെക്കുക. അങ്ങനെ ഈ സംഭവം കുറച്ച് ദിവസം അങ്ങനെ അനക്കാതെ വെക്കണം. അങ്ങനെ അനക്കാതെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 30 ദിവസമോ 40 ദിവസമാണോ അതിൻ്റെ ഒരു കാലാവധി. അപ്പോൾ ആ ഒരു 30 ദിവസം കഴിയുമ്പോൾ ഇത് രണ്ടും കൂടെ മിക്സായി ഒരു പ്രത്യേക ദ്രാവക രൂപത്തിലായിട്ടുണ്ടാവും. എന്നിട്ട് അപ്പോൾ അത് ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിനെ ഒന്ന് ഡയലൂട്ട് ചെയ്ത് ഇതിനൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം. അത് ഈ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, മീനിൻ്റെ മുള്ള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ സംഭവം ഒന്ന് ഡയലൂട്ടാക്കുക. അതായത് കുറച്ച് ക്വാണ്ടിറ്റി നമ്മളൊരു വേറെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഡയലൂട്ടാവും. അങ്ങനെ പിന്നെ അതിനെ ഫിൽറ്റർ ചെയ്തിട്ട് എടുക്കുക. ഫിൽറ്റർ ചെയ്ത് എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഈ ഫിഷ് അമിനോ ആസിഡ് നന്നായിട്ട് നേർപ്പിച്ചിട്ട് ഉപയോഗിക്കണം. അതിൻ്റെ ആ റേഷ്യോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതായത് നന്നായിട്ടൊന്ന് നേർപ്പിക്കുക. അതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കപ്പ് ഫിഷ് അമിനോ ആസിഡ് ആണെങ്കിൽ എനിക്ക് വേണ്ടത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയാലും അതിൻ്റെ നേർപ്പിക്കൽ ആവും. അങ്ങനെ നേർപ്പിക്കാം. അത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ നേർപ്പിച്ചതിന് ശേഷം, അതായത് നന്നായിട്ട് നേർപ്പിക്കണം കേട്ടോ. അതായത് ഒരു കപ്പ് അമിനോ ആസിഡ് ആണെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം, ആ രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു ഗ്ലാസ് ഫിഷ് അമിനോ ആസിഡ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള, അതായത് ഒരു 1/2 ബക്കറ്റ് വെള്ളം, അങ്ങനെ ആ ഒരു റേഷ്യോയിൽ നേർപ്പിച്ചാൽ മതി. ഇങ്ങനെ നേർപ്പിച്ചിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുക.
ഈ ഇതിന് നമ്മൾ ഈ മെത്തേഡിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പിന്നെ അത് കഴുകിയ പോവാത്ത രീതിയിലുള്ള നല്ല അത് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നല്ല ബക്കറ്റൊന്നും ഇതിന് ഉപയോഗിക്കാതിരിക്കുകയാണ്. നല്ല ബക്കറ്റ്, നല്ല കപ്പ്, നല്ല ഗ്ലാസ് ഇതൊന്നും ഉപയോഗിക്കരുത്. അങ്ങനെ നമ്മളതിനെ നേർപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഈ ചെടികൾക്കൊക്കെ മരുന്നടിക്കണ ആ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് വല്ല തോർത്തുമുണ്ട് പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തുണിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഫിൽറ്റർ ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഫിൽറ്ററാണ് ഉപയോഗിക്കേണ്ടത്. ഇതിനൊക്കെ ഉപയോഗിക്കേണ്ടത് പഴയ സാധനങ്ങളാണ്. അല്ലെങ്കിൽ ആ സ്മെല്ല് പോലെ നമുക്ക് ഇത് ഫിൽറ്ററിലൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ തുണി ഉപേക്ഷിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നേർപ്പിച്ചെടുത്തതിന് ശേഷം ഈ സാധനം നമ്മൾ ഈ മരുന്നടിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, മരുന്നടിക്കുന്ന ആ ഒരു ഉപയോഗിക്കുന്ന ആ ഒരു സാധനത്തിൽ നിറക്കുക. അതിൽ നിറച്ചതിന് ശേഷം ഇത് അടിച്ചു കൊടുക്കേണ്ടത് ഇത് ചെടിയുടെ എന്താണ് കാണ്ടത്തിൻ്റെ അവിടെ അല്ല, അതായത് ചെടിയുടെ മുരട്ടിലല്ല, അതായത് ചെടിയുടെ വേരിൻ്റെ ആ ഭാഗത്തല്ല നമ്മളിത് അടിച്ചു കൊടുക്കേണ്ടത്, ഇലയിലാണ് അടിക്കേണ്ടത്. അതായത് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ സ്പ്രേ കുപ്പി അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുന്ന മരുന്നടിക്കുന്ന ഒരു ബോട്ടിൽ അതിലേക്ക് നിറച്ചിട്ട് ഈ സാധനം നമ്മുടെ ഈ ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മഴ ഒന്ന് നിന്ന സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണമായിരിക്കും നല്ലത്. അപ്പോൾ ഒരു ദിവസം ഒന്ന് മഴ ഒക്കെ നിൽക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടത് ഇപ്പം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ജൂലൈ ലാസ്റ്റ് ആയില്ലേ, ഒരു ഓഗസ്റ്റ് തീരുമ്പോഴേക്കും മഴ ഏകദേശം പിന്നെ ഇടയ്ക്കുള്ള ഒരു മഴ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ സാധനം നമ്മൾ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലാക്കിയിട്ട് നമ്മൾ ചെടികളുടെ ഇലകളിലേക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ചെടികളും നന്നായിട്ട് തഴച്ച് വളരും. അപ്പോൾ ഇത് നമുക്ക് നമ്മളെ പച്ചക്കറിക്കും ഉപയോഗിക്കാം കേട്ടോ. കാരണം ഇത് ഒരു കീടനാശിനിയോ ഇതൊന്നുമല്ല, നല്ല ഒരു വളമാണ്, അത് ഒരു ഫെർട്ടിലൈസറാണിത്. അപ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ഈ ഫെർട്ടിലൈസർ നിങ്ങൾ പച്ചക്കറിക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടം പോലെ നന്നായിട്ട് ഫ്ലവറിങ് കൊണ്ട് നന്നായിട്ട് ഇത് ചെടി നന്നായിട്ട് വളരും. ഫ്ലവറിങ് നിങ്ങളെ വിത്തിനനുസരിച്ചിരിക്കും. നല്ല വിത്താണെങ്കിലേ നല്ല ഫ്ലവറിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ചെടി നന്നായിട്ട് വളരും എന്താണെങ്കിലും. അപ്പോൾ ചെടിയുടെ ഈ ഇലകളിലാണ് അടിച്ചു കൊടുക്കേണ്ടത്, ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതായത് ഇത് ഒന്നും കൂടെ സമ്മറൈസ് ചെയ്ത് പറയാം. അത് ഈ ഫിഷ് വേസ്റ്റ് അല്ലെങ്കിൽ ഫിഷ് ഇപ്പോൾ മത്തി പോലത്തെ ഫിഷ് ഏറ്റവും ചീപ്പായിട്ട് വാങ്ങുകയാണെങ്കിൽ ആ മത്തി ഒരു 3 കഷ്ണിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അല്ല ഫിഷിൻ്റെ വേസ്റ്റാണ് കിട്ടുന്നത്, മീൻ മാർക്കറ്റിൽ നിന്നുള്ള ഫിഷിൻ്റെ വേസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ഒരു 3/4 ബക്കറ്റ് വേസ്റ്റ്, പിന്നെ 2 കിലോ ശർക്കര ഇത് വാങ്ങിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എയർ ടൈറ്റ് ആക്കിയിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം ഒരു 30 ദിവസം 40 ദിവസം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഡയല്യൂട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന ബോട്ടിൽ നിറച്ച് ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഡയല്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് 1 കപ്പ് ഫിഷ് അമിനോ ആസിഡ് 1 ബക്കറ്റ് ഫുൾ വെള്ളത്തിൽ നമ്മൾ ഡയല്യൂട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കോൺസെൻട്രേഷൻ ആയി പോവും, ഇലകൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഫിഷ് അമിനോ ആസിഡ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് തയ്യാറാക്കേണ്ട വിധമൊക്കെ വേണമെങ്കിൽ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇത് ചെടികൾക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് തഴച്ചു വളരും. കാരണം ഈ മീനിൻ്റെ വേസ്റ്റ് തന്നെ ഒരു നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഈ മീൻ വളർത്തുന്ന വെള്ളം ഒക്കെ ഈ ചെടികൾക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് വളരുന്നത് കണ്ടിട്ടുണ്ട്. ഇത് നമ്മളെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകൾക്കും അതേപോലെ നമ്മളെ പച്ചക്കറികൾക്കും ഒക്കെ നമുക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്.